പ്ലീസ് വെൽക്കം. ഹായ്. ഹലോ. റോഷൻ മറിയ വെൽക്കം. താങ്ക് യു. ഈ റോഷന്റെ ബ്ലോഗുകളിലൊക്കെ മറിയ ഇപ്പൊ വരാറുണ്ടല്ലോ അല്ലെ? തുടക്കത്തിൽ റോഷൻ അല്ലേ ഇത്? അതെ, തുടക്കത്തിൽ ഞാൻ ഫാമിലി ആയിട്ടൊക്കെ അനിയത്തിയായിരുന്നല്ലേ മെയിൻ? അതെ, ചെറുതായിട്ട് അനിയത്തിയായിരുന്നു എല്ലാ പ്രാങ്കുകളുടെയും. അങ്ങനൊന്നുമില്ല, അനിയനും അനിയത്തി ഉമ്മയും എല്ലാവരും വെച്ചിട്ടുണ്ടല്ലേ. എങ്ങനെയാണ് തുടങ്ങിയത്? വ്ളോഗ്സിലോട്ട് എത്തിയത് എങ്ങനെയാ? വ്ളോഗ്സിലൊക്കെ എത്തിയത് എനിക്കൊരു ട്രാവൽ ഏജൻസി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇങ്ങനെ റണ്ണിങ് ആയി പോകാൻ വേണ്ടിട്ട് ഞാൻ വിചാരിച്ചു മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നല്ലൊരു പരിപാടി ഇതാണല്ലോ. അതായത് ഒരുപാട് പേരെ മുന്നിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ക്യാമറന്റെ മുന്നിൽ സംസാരിച്ചാൽ കുഴപ്പമില്ലല്ലോ. അപ്പൊ അങ്ങനെ അങ്ങോട്ട് ചെയ്ത് തുടങ്ങിയതാണ്. ട്രാവൽ ബ്ലോഗാ തുടങ്ങിയത്. പിന്നെ ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോ ട്രാവൽ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞാനിങ്ങനെ ചുറ്റും നോക്കിയപ്പോ പിന്നെ നമുക്ക് അതെ. അപ്പൊ സൈബമോള് ആ ടൈമിൽ നമ്മൾ ലോക്ക്ഡൌണിൽ ഇരിക്കുമ്പോ സൈബമോളൊക്കെ വെറുതെ ഞാനിങ്ങനെ കരയിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അതൊരു രസം, എന്റർടൈൻമെന്റ്. എനിക്ക് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ 2 മില്യൺ. ഏതൊക്കെ ബട്ടൺ കിട്ടി ഇതുവരെ? ഗോൾഡൻ കിട്ടി, ഗോൾഡൻ ബട്ടൺ കിട്ടി അല്ലേ? ഓക്കെ. മറിയ അതിനുശേഷം ഇദ്ദേഹം യൂട്യൂബർ ആയതിനു ശേഷമാണ് കല്യാണം കഴിക്കുന്നത്. ആണല്ലേ? ആളെന്ന് അറിഞ്ഞുകൊണ്ടാണോ കല്യാണം കഴിച്ചത്? ഇല്ല, അറിയില്ല. പരിചയപ്പെടുമ്പോ മാത്രം അറിയില്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. അല്ല, പരിചയപ്പെടുന്ന സമയത്ത് യൂട്യൂബർ ആണെന്ന് അറിയില്ലായിരുന്നു. നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു. നമ്മളൊരു ട്രെയിനിൽ വെച്ചാ പരിചയപ്പെടുന്നത്. അപ്പൊ റാൻഡം ആയിട്ട് ഒരു ചെറിയ ഹെൽപ്പിന് വേണ്ടിട്ട് ആളുടെ അടുത്ത് ചോദിക്കാണ്ടായത്. അന്ന് എന്റെ കയ്യില് ലിക്വിഡ് ക്യാഷ് ഉണ്ടായില്ല. ട്രെയിനിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലിക്വിഡ് ക്യാഷ് നിർബന്ധ. അപ്പൊ ആ സമയത്ത് ഇയാള് സൈഡിലിരിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് കോൾ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചു, പിന്നെ ലിക്വിഡ് ക്യാഷ് ഉണ്ടോന്ന്. അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. പക്ഷെ പരിചയപ്പെടുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല ഇത്ര കണക്ട് ആവും, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് അവിടേക്ക് നമുക്ക് വരാം. ലിക്വിഡ് ക്യാഷ് കൊടുത്തിട്ട് തിരിച്ചു തരാൻ GPay നമ്പർ തന്നു അല്ലേ? എന്തായാലും വേറെ പറഞ്ഞിട്ട് കാര്യമല്ലോ. ആ കുട്ടിയെ തന്നെ ജീവിത പങ്കാളിയായിട്ട് കിട്ടിയില്ലേ? അതെ, ഇതിനപ്പുറം വേറെ ഒന്നും പറയാനില്ലല്ലോ. അതെ, ഇവള് ഹാപ്പിയായി. കാരണം എന്നെ പോലത്തെ നല്ലൊരാളെ കിട്ടിയില്ലേ. അത് ഞാൻ ഗൂഗിൾ പേക്ക് താങ്ക്സ്. എനിക്ക് ഇടയ്ക്ക് നിലവറയിൽ കിട്ടും, അപ്പൊ ഞാൻ ചോദിച്ചോളാം. ബട്ട് വെൽക്കം റോഷൻ ആൻഡ് മറിയ, വെൽക്കം. അപ്പൊ നമുക്ക് നേരെ ഗെയിമിലേക്ക് കടക്കാം. ഈ ഗെയിമിലോട്ട് കടക്കുമ്പോ ഫസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാം. റൗണ്ട് 1 റാപ്പിഡ് ഷോപ്പിംഗ് റൗണ്ട്. ഓടു വാരു നേടു. നിങ്ങൾക്ക് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണേലും ഉത്തരം തരാം. ഇത് ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ചോദ്യമാണ് ഉണ്ടാവുക. ഓരോ ചോദ്യത്തിനും 1000 പോയിന്റ് ഉണ്ട്. ആദ്യം ഉത്തരം പറയണം എന്നുള്ളവർക്ക് ബസർ അടിക്കാം. ബസർ അടിച്ച് പറയുന്ന ആൾ ഉത്തരം തെറ്റിച്ചാൽ മാത്രമേ അടുത്ത ആളിലേക്ക് ഇത് പാസ് ആവൂ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു പഴഞ്ചൊല്ല്, ഇപ്പൊ നിലവിലുള്ള ഒരു പഴഞ്ചൊല്ല് അനുസരിച്ച് അമ്മയ്ക്ക് പ്രാണവേദന വന്നപ്പോൾ മകൾ വായിച്ചത് എന്താണ്? സ്പീഡോ മറിയ അതിനകത്താണ് ഇരുന്നത്. മറിയ പിടിച്ചേ ഉള്ളൂ. പ്രാണവേദന വന്നപ്പോൾ മകൾ വായിച്ചത് എന്താണ്? സത്യത്തിൽ കാലഘട്ടത്തിൽ ഒരു ഗിറ്റാർ എടുത്ത് വായിക്കായിരുന്നു, പക്ഷേ വീണയാണ് ശരിയായ ഉത്തരം. എന്ത് ചെയ്യാം? അപ്പോ റാപ്പിഡ് ഷോപ്പിംഗ് റൗണ്ട് ആണ്. നിലവറ തുറക്കാൻ പോവാണ്. 1000 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ ഒന്ന് മീനാക്ഷിയിലോട്ടോ. മീനാക്ഷി, സൺഫ്ലവർ ഓയിൽ ഉണ്ട്, വെളിച്ചെണ്ണയുണ്ട്, പരിപ്പുണ്ട്. മിഥുൻ ചേട്ടാ, ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എവ്രിതിങ് ഇസ് റൈറ്റ് ഹിയർ. എന്നാ 2 പാക്കറ്റ് കർപ്പൂരം എടുത്തേ. അതങ്ങനെ വെറുതെ തരാൻ പറ്റില്ല. അവര് ശരി ഉത്തരം പറഞ്ഞില്ലേ? അവിടെ ഉണ്ടോന്ന് അറിയാൻ സംഭവങ്ങളെല്ലാം ഉണ്ട്. അത് ഞാനല്ല എടുക്കണ്ടേ, അവരാണ് എടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ സ്മാർട്ട് സ്റ്റാർസിനെ ഇങ്ങോട്ട് വിടാനുള്ള സമയമായി. ക്രൈറ്റീരിയ ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. അപ്പൊ അവിടെ നിങ്ങൾക്ക് കിട്ടിയ 1000 പോയിന്റ്സ് ഇതിനകത്തേക്ക് കയറുമ്പോൾ 1000 രൂപയാകുന്നതായിരിക്കും. ഓൾ യു ഹാവ് ടു ഡു ഇസ് എന്റെ പുറകിൽ കാണുന്ന ആ ഗ്രോസറി ഷെൽഫിൽ നിന്നും ഗ്രോസറീസ് പർച്ചേസ് ചെയ്യുക ഫോർ ദ സെയിം പ്രൈസ്. ആൻഡ് പുറത്തിറങ്ങുമ്പോൾ മിഥുൻ ചേട്ടൻ അത് സ്കാൻ ചെയ്യുന്നതായിരിക്കും. 1000 രൂപയ്ക്ക് മുകളിൽ ആണെങ്കിൽ അത് കംപ്ലീറ്റ്ലി നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വീട്ടിൽ കൊണ്ടുപോകാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ടൈം ലിമിറ്റ് ഇസ് 30 സെക്കൻഡ്സ്. ഈ 30 സെക്കൻഡിനുള്ളിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് നിലവറ അടയ്ക്കുന്നതിന് മുമ്പിൽ പുറത്തേക്ക് കടക്കുക. താങ്ക് യു മീനാക്ഷി, താങ്ക് യു. അവരെ ഇപ്പൊ അങ്ങോട്ട് വിടാം. ഓടു വാരു നേടു. ഇതിനുള്ളിൽ ഗ്രോസറീസ് ഷോപ്പ് ചെയ്യുക. 1000 രൂപയിൽ കൂടരുത് കേട്ടോ. 1000 രൂപയിൽ കൂടരുത്. ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്.
അടിപൊളിയായിരുന്നു. എന്തൊക്കെ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തു. ഇനി 8 സെക്കൻഡ് സമയം ഉണ്ടായിരുന്നു. ഛേ, ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.